ഈ ഐഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് പണിയിട്ടുന്ന എല്ലാ സുഹൃത്തുക്കളുടെ ഒരു സംശയമാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രധാനമായിട്ട് 4 കാരണങ്ങളാണ് നിങ്ങൾ ഡിസ്പ്ലേ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പോകും. ഒന്നാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന എന്നെ പോലും ഒരു ഇമേജ് ആക്കി മാറ്റുന്നതിൽ നിങ്ങളുടെ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് വഹിക്കുന്ന ഒരു പങ്കുണ്ട്. അതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ സൈഡിൽ ലൈൻ വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർഡ്വെയർ സ്ട്രെയിൻ ആഫ്റ്റർ അപ്ഡേറ്റ് ആണ്. അപ്ഡേഷന് ശേഷം നിങ്ങളുടെ ഫോൺ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കുകയും ആ സ്ട്രെയിൻ കൊണ്ട് നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആവുകയും ആ ഹീറ്റ് ഡിസ്പ്ലേക്ക് താങ്ങാതെ വരികയും ചെയ്യുമ്പോൾ ഡിസ്പ്ലേ അടിച്ചു. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആണ്. പുതിയ iOS വെർഷൻ പഴയ കാലിബ്രേഷനോ അല്ലെങ്കിൽ ഡ്രൈവറിനോ വരുന്ന ഒരു ക്ലാഷ് കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവം. ഫോണിന്റെ ഹാർഡ്വെയറിൽ നിന്ന് ഡിസ്പ്ലേയിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ക്ലാഷോ അതല്ലെങ്കിൽ നിങ്ങളുടെ കളർ കാലിബ്രേഷൻ, അതായത് ബ്ലൂ ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 കളറിനുള്ള കാലിബ്രേഷനിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കും. അതെന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേക്ക് പവർ സപ്ലൈ കറക്റ്റ് ആയിട്ട് കിട്ടാതെ വരുമ്പോഴും ഈ ഡിസ്പ്ലേ ഇങ്ങനെ പോകാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ കമ്പനി പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷൻ കാണുന്നില്ല എന്നുള്ളതൊരു ചോദ്യം മാത്രമായിട്ട് എപ്പോഴും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീണ്ടും വരുന്ന അപ്ഡേറ്റുകളിൽ വീണ്ടും ആളുകൾ ഡിസ്പ്ലേ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക, ഞാൻ റിപ്ലൈ തരണം.